മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ക്രിസ്മസ് എല്ലാം നമ്മൾ വളരെ നന്നായി ആഘോഷിച്ചു. ഈ വർഷത്തിൻ്റെ സമാപനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പുതുവർഷത്തെ സ്വീകരിക്കുവാനും കർത്താവ് ഈ ഒരു വർഷക്കാലം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനുമുള്ള വലിയൊരു അവസരമാണിത്. 51-ാം സങ്കീർത്തനം 17-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നു: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സ്. ഈ സ്തുതി ആരാധനയിൽ പ്രത്യേകമായി ലോക ജനതയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വലിയ ആനന്ദത്തോടെ കരഘോഷമുഴക്കി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ചേർന്ന് പാടുന്നു. ബന്ധന കെട്ടുകൾ പൊട്ടുന്ന സമയം, അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കൃപയുടെ സമൃദ്ധി പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയം, ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായി നന്ദി പറഞ്ഞ് അടുത്തൊരു വർഷത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വരിക പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യുക, ഞങ്ങളെ വിശുദ്ധീകരിക്കുക, ശക്തിപ്പെടുത്തുക. കരമടിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു: നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടി നിറയട്ടെ. പതിനായിരങ്ങളെ കർത്താവേ ആത്മാവിൽ ജ്വലിപ്പിക്കണമേ. പാപബന്ധനത്തിന് കെട്ടുകളെ അഴിച്ചു കളയണമേ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാ. എല്ലാവരും ആത്മാവേ വരദാനത്തോടെ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെ പോലിന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാ. ആദിയിലെ പോലിന്നിവിടെ അത്ഭുത ഇരുകരങ്ങൾ ഉയർത്തിയടിച്ചു പാടുന്നു: നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആത്മാവിൽ നിറഞ്ഞ തുള്ളി ചാടി പാടി ആരാധിച്ച് ജീസസ്. കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഇരുകരങ്ങളും കർത്താവിന്റെ മഹത്വത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്ന സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ പുതുവർഷത്തിൽ ആത്മാവിന്റെ കൃപാവരങ്ങളായി കത്തിജ്വലിക്കുന്ന ജീവിതങ്ങളായി, കുടുംബങ്ങളായി, സമൂഹങ്ങളായി നമ്മളെല്ലാം രൂപാന്തരപ്പെടുവാൻ കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, അത്ഭുതത്തിന്റെ ദൈവമേ, അവിടുത്തെ അഭിഷേക കരങ്ങൾ നീട്ടണമേ. ലോക ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ സമയം അനേകം ആയിരങ്ങളിൽ അങ്ങ് മഹത്വത്തോടെ പ്രവർത്തിക്കണമേ. പാപബന്ധനത്തിന് കെട്ടുകളെ പൊട്ടിച്ചു കളയണമേ. 10,000 പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടട്ടെ. എല്ലാ ദൈവമക്കളും സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുക. പാപത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മ പിഴുതു കളയുകയാണ്. കുടുംബങ്ങളിൽ സാത്താൻ കെട്ടിപ്പൊക്കിയ ദുർഗമങ്ങളായ കോട്ടകളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. റിലീസ്. ബന്ധന മുഖങ്ങൾ ഒടിയട്ടെ. പാപ രോഗ ശാപബന്ധനത്തിന് ആധിപത്യങ്ങൾ നിർവീര്യമാകട്ടെ.
കർത്താവിന്റെ സുവിശേഷത്തെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടപിശാചിന്റെ സകല തന്ത്രങ്ങളും ചതികളും വഞ്ചനകളും കെണികളും നിർവീര്യമാകട്ടെ. ലോക ജനതയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തി പടരട്ടെ. സകല ജനപദങ്ങളും യേശു ക്രിസ്തുവിനെ ഏക കർത്താവായി ഏറ്റുപറയട്ടെ. മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ. ആഴമായ അനുതാപങ്ങൾ വെളിപ്പെടട്ടെ. വിശുദ്ധീകരണങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ. യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദമ്പതികൾ അഭിഷേകം ചെയ്യണമേ. അനേകം കുടുംബങ്ങളെ കർത്താവേ വചനമയച്ച് വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ അടിസ്ഥാനങ്ങൾ ഛിന്ന ഭിന്നമാക്കണമേ. ഭിയ 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 അന്ധകാര കെട്ടുകൾ, അന്ധകാര കോട്ടകൾ, അന്ധകാര ആധിപത്യങ്ങൾ, അന്ധകാര പ്രഭുത്വങ്ങൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിലെ പാപ പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. Power, power, power. Lord bless, bless, bless. ലോക ജനതയെ അനുഗ്രഹിക്കും. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ കർത്താവേ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, ലോക ജനതയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മഭാരം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സജീവവും ഊർജ്ജസ്വലവും മൂർച്ചയേറിയതുമായ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെയെല്ലാം നമ്മളത് കൂടുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 12 തിരുവചനം. കർത്താവായ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ആഗമനത്തിന് മുൻപ് പാപം വർദ്ധിക്കും, സ്നേഹം തണുത്തുപോകും. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. 2 കാര്യങ്ങളാണ് ഈശോ നമ്മോട് പറയുന്നത്. 1, പാപം വർദ്ധിക്കും. 2, അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളായിരിക്കുന്ന ഈ തലമുറയുടെ സവിശേഷത എന്താ? മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 17 തിരുവചനത്തിൽ യേശു പറഞ്ഞു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, കർത്താവ് തലമുറയെ വിളിക്കുകയാണ് വഴിപിഴച്ച തലമുറയെ. മറ്റേത് കാലഘട്ടത്തെക്കുപരി കർത്താവ് പറഞ്ഞ ഈ വചനത്തിന് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വളരെ പ്രസക്തിയുണ്ട്. വിശ്വാസത്തിൽ നിന്ന്, ജീവിത വിശുദ്ധിയിൽ നിന്ന്, പരസ്പര സ്നേഹത്തിൽ നിന്നും, പ്രോത്സാഹനത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, ആത്മീയ കാര്യങ്ങളിൽ നിന്നും തെറ്റിപ്പോയ, വ്യതിചലിച്ചു പോയ ഒരു തലമുറ. അതുകൊണ്ട് യേശു പറഞ്ഞത് വഴിപിഴച്ച തലമുറ. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4 അധ്യായം 2 വചനത്തിൽ വചനം പറയുകയാണ്, മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപഢ്യമാണ് ഇതിന് കാരണം. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണിത്.
മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ ഒരു തലമുറ. എന്തുമാത്രം അർത്ഥവത്താണ് ഈ വചനം. ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ, മറ്റു മാധ്യമങ്ങൾക്കൊക്കെ എന്താ നമ്മോട് പറയാനുള്ളത്? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ മനുഷ്യരുടെ പ്രവർത്തികളാണ് ഇന്ന് ലോകം മുഴുവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ മുൻപിൽ കടന്നു വന്ന ജനക്കൂട്ടത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 40-ാം തിരുവചനം, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. കറപ്റ്റഡായ ഒരു ജനറേഷൻ, പാപത്താൽ അശുദ്ധിയിൽ കറപുരണ്ട ഈ തലമുറയിൽ നിന്ന് ദൈവജനത്തെ നോക്കി അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. വീണ്ടും സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം 2-3 വചനങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളായ മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. 3-ാം വചനത്തിൽ വചനം പറയുകയാണ്, എല്ലാവരും ഒരുപോലെ ദുഷിച്ചുപോയി, നന്മ ചെയ്യുന്നവർ ആരുമില്ല. സങ്കീർത്തകൻ പറയുകയാണ്, എല്ലാവരും ഒരുപോലെ ദുഷിച്ചുപോയി, നന്മ ചെയ്യുന്ന ആരെയും അവിടുന്ന് കാണുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. 4-ാം വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അവസാന നാളുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. ദൈവത്തെ മാറ്റി നിർത്തി പാപകരമായ ഭോഗേച്ഛയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ പാപം അവർ മറയ്ക്കുന്നില്ല. സോദോമിനെ പോലെ അവർ അത് ഉദ്ഘോഷിക്കുകയാണ്. അവർ തങ്ങളുടെ മേൽ തിന്മ വരുത്തി വയ്ക്കുന്നു, അവർക്ക് ദുരിതം. എത്ര കൃത്യ ഈ വചനം! ഇന്ന് ഒരു മറയില്ല. ഏത് പാപം ചെയ്യാനും ഏത് വിധത്തിലുള്ള മ്ലേച്ഛകരമായ പ്രവൃത്തികൾ ചെയ്യാനും മടിയില്ലാത്ത, ലജ്ജയില്ലാത്ത, ഭയമില്ലാത്ത ഒരു കാലഘട്ടം. പബ്ലിക് പ്ലേസുകളിൽ വരെ ഇന്ന് ഇതുപോലെയുള്ള പാപത്തിൻ്റെ അതിപ്രസരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു പറഞ്ഞു, പാപം വർദ്ധിക്കും. കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന ഒരു പ്രധാനമായ അടയാളമാണിത്. പാപം വർദ്ധിക്കും, സ്നേഹം തണുത്തു പോകും. 2-ാമത് ഈശോ പറഞ്ഞത്, സ്നേഹം തണുത്തു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേക്കാൾ 2700 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് മിഖാ പ്രവാചകൻ. മിഖാ പ്രവാചകനിലൂടെ ഈ കാലഘട്ടത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും വ്യക്തമായി പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. അപ്പൻ മകനെതിരായും മകൻ അപ്പനെതിരായും, അമ്മ മകൾക്കെതിരായും മകൾ അമ്മയ്ക്കെതിരായും, സഹോദരന്മാർ സഹോദരിമാർ പരസ്പരം, അമ്മായും മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കുമെതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരു വ്യക്തിക്ക് ശത്രുക്കളായി തീരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം ഇന്ന് മരവിച്ചു പോയി. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അവസാന നാളുകളിൽ സ്വാർത്ഥ സ്നേഹികളായ മനുഷ്യരുണ്ടാകും. സ്വന്തം കാര്യം ചിന്താപ, എൻ്റെ നേട്ടത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു തലമുറ. സ്വാർത്ഥ സ്നേഹികൾ, സ്വയം സ്നേഹികളായ മനുഷ്യരുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ശുശ്രൂഷയ്ക്കായി ഒരു സ്ഥലത്ത് കടന്നു ചെന്നു. 2 ദിവസം ശുശ്രൂഷ പിന്നിട്ടപ്പോൾ ഒരു പെൺകുട്ടി പങ്കുവെക്കുവാനായിട്ട് കടന്നു വന്നു.
അവൾ തമിഴ്നാട്ടിൽ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ജീവിതാനുഭവങ്ങൾ അവൾ എന്നോട് വിവരിക്കാൻ തുടങ്ങി. അത് കേട്ട് ഞാൻ ശരിക്കും മരവിച്ചു പോയി. ഇവൾ നന്നായി കള്ളുകുടിക്കും, ബ്ലൂ ഫിലിം കാണും, അശ്ലീല പ്രവർത്തികൾ, മ്ലേച്ഛകരമായ ബന്ധങ്ങൾ, 7-8 ആൺകുട്ടികളുമായി ഇവൾക്ക് തെറ്റായ ബന്ധമുണ്ട്. ഇതെല്ലാം ഇവൾ വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതുപോലെയുള്ള പാപപ്രവർത്തികളെല്ലാം ചെയ്തിട്ടും അവൾക്ക് യാതൊരു വിധത്തിലുള്ള മനസാക്ഷി കുത്തുമില്ല. നമ്മൾ വചനത്തിലൂടെ കണ്ടു, മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ തലമുറ. ഇവളി അനുഭവമൊക്കെ പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി, നിനക്ക് ഇതിനെക്കുറിച്ചൊരു അനുതാപമില്ലേ, പശ്ചാത്താപമില്ലേ? അവൾ എന്നോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാപമല്ല. നിങ്ങൾക്കിതൊക്കെ പാപമാകാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും പാപമല്ല. ഇവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ കടന്നു വന്ന് അവളെ നോക്കി വിതുമ്പി വിതുമ്പി കരയാം. അമ്മ കരയുന്നത് കണ്ടപ്പോൾ തന്നെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ മുഖത്ത് നോക്കി പെൺകുട്ടി പുച്ഛഭാവത്തോടെ, അഹങ്കാരത്തോടെ പറയുകയാണ്, തള്ളേ, അമ്മയെ വിളിക്കുക, തള്ളേ, എന്തിനാ എന്നെ നോക്കി കരയുന്നത്? ആ കരഞ്ഞോ, കണ്ണീരുള്ളത് കൊണ്ടല്ല കരയുന്നത്, കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിൽക്കുമെന്ന് പറഞ്ഞ് അമ്മയെ പരിഹസിക്കുകയാണ്. സ്നേഹം തണുത്തു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ന് സ്നേഹം മരച്ചുപോയി, സ്നേഹം തണുത്തുറഞ്ഞു പോയി. അവസാനം ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും നന്നാവാനുള്ള ഒരു ഉദ്ദേശവുമില്ല, ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് എന്നെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിക്കോ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അവൾ അവിടെ നിന്ന് എണീറ്റു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതും വചനത്തിൽ കൃത്യമായി ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ, അവസാന നാളുകളിൽ മാതാപിതാക്കളെ അനുസരിക്കാത്തവരുണ്ടാകും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഒരുപാട് ഡൈവോഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് ഈ അടുത്ത നാളുകളിൽ പങ്കുവെച്ച ഒരു സംഭവം എന്നെ അതിശയപ്പെടുത്തി. തൃശ്ശൂർ അതിരൂപതയിൽ ഒരാഴ്ചയും ഏകദേശം 100ഓളം വിവാഹങ്ങൾ ആശീർവദിക്കപ്പെടുന്നുണ്ട്. പിതാവ് പറഞ്ഞു, എന്നാൽ 6 മാസം കഴിയുമ്പോഴേക്കും ഈ 100 കുടുംബങ്ങളിൽ 20 കുടുംബങ്ങൾ ഡൈവോഴ്സിലോട്ട് പോകുന്നു. വെറും 6 മാസം കഴിയുമ്പോഴേക്കും. ഇത് തൃശ്ശൂർ അതിരൂപതയിൽ മാത്രം സംഭവിക്കുന്നതിന് കാര്യമല്ല. ക്രൈസ്തവ കുടുംബങ്ങളിൽ, ക്രൈസ്തവ ജീവിതങ്ങളിൽ ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്തൃബന്ധം തകർന്നുകൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ ബാധിതയായി കാണുന്ന ഭാര്യ, ഭാര്യയെ ബാധിതയായി കാണുന്ന ഭർത്താവ്, കുറവുകൾ പരസ്പരം സ്നേഹിച്ച് അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുമയോടെ മുന്നേറുവാനുള്ള ആത്മീയ ദർശനം നഷ്ടപ്പെട്ട ഒരു തലമുറ. വിവാഹേതര ബന്ധങ്ങൾ മറ്റേത് കാലഘട്ടത്തെക്കാളുപരി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ആയിട്ടും ഭർത്താവിനോട് വിശ്വസ്ത പുലർത്താൻ കഴിയാത്ത ഭാര്യമാരെ, സ്വന്തം ഭാര്യയോട് വിശ്വസ്ത പുലർത്താൻ കഴിയാത്ത ചില സഹോദരന്മാരെ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഇന്ന് സുഖലോലുപതയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥ സ്നേഹത്തെ മനുഷ്യൻ ഇന്ന് ഉപേക്ഷിച്ച് കളയുന്നത്. പാർട്ടീഷന്റെ പേരിൽ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ എത്ര കുടുംബങ്ങളിലാണ് സഹോദരി സഹോദര ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നത്. ആത്മീയ മണ്ഡലത്തിലോട്ട് നമുക്ക് കടന്നു വരാം. രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും
ഏത് മേഖലകളിലും ഈ വചനം ഇന്ന് അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുക. ആത്മീയമണ്ഡലത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ആത്മീയരാണെന്ന് നടിക്കുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരു ഇടവക പള്ളിയിൽ ബൈബിൾ കൺവെൻഷന് വേണ്ടി ചെന്നു. ആ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇടവകയിലെ ഒരു പ്രമാണിയായ മനുഷ്യൻ, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഈ തൂണ് ഞാൻ കൊടുത്തതാണ്, ഇത് കണ്ടില്ലേ, ഇത് ഞാൻ സംഭാവന ചെയ്തതാണ്. അങ്ങനെ അദ്ദേഹം പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുള്ള അനേകം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളതെല്ലാം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ മനോഭാവമാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ആന്തരികമായ ഭാവത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ പ്രധാന ഗേറ്റ് കടന്ന് വേറൊരു സഹോദരൻ ദേവാലയ തിരുമുറ്റത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ട നിമിഷത്തിൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, കണ്ടില്ലേ, അവൻ വരുന്നത് കണ്ടില്ലേ, അവനൊന്ന് ശ്രദ്ധിച്ച്. അപ്പോഴാണ് ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുന്നത്. ഉടനെ ഈ മനുഷ്യൻ എന്നോട് പറയാം, അവനെങ്ങാനും പള്ളിയിൽ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ, ആ മനുഷ്യൻ പറഞ്ഞ അതേ വാക്ക് ഞാൻ ഉപയോഗിക്കുക. ഇദ്ദേഹം പറയാണ്, എൻ്റെ ചന്തി അവൻ്റെ അടുത്ത് ഉറയ്ക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പലപ്പോഴും നമ്മുടെ ഭക്തി, നമ്മുടെ ആധ്യാത്മികത. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാവും. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക എന്നുള്ളതാണ്. സ്നേഹത്തിൽ വേരുറയ്ക്കാതെ, സ്നേഹത്തിൽ ആഴപ്പെടാതെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് വ്യർത്ഥമാണെന്ന് കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കുകയാണ്. സഭയും ഇത് തന്നെ പഠിപ്പിക്കണേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1022 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്, ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും. എന്ത് ഷാർപ്പായ വാക്കുകളാണിത്! സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഇരുന്ന് നമ്മൾ വേണ്ട വിധം ആത്മശോധന ചെയ്യണം. ജീവിത സായാഹ്നത്തിൽ ഞാനും നിങ്ങളും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. സ്നേഹം തണുത്തുറഞ്ഞ, സ്നേഹം മരവിച്ച, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ തലമുറയെ നോക്കി കർത്താവിൻ്റെ സുവിശേഷം പറയുന്നു, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക. ഒരു വചനം കർത്താവ് പ്രത്യേകമായിട്ട് തരികയാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരുവന് ലൗകിക സമ്പത്ത് ധാരാളമായി ഉണ്ടായിരിക്കുകയും അവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ കുടികൊള്ളും? വീണ്ടും യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4:17 വചനം പറയുന്നു, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിനായി സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സ്നേഹം തണുത്തുറഞ്ഞ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുവാൻ കർത്താവ് ഇന്ന് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നൽകുന്ന ഈ വിളിയോട് യേശു പറയാൻ നിനക്ക് കഴിയുമോ? ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തകരുന്ന കുടുംബ ബന്ധങ്ങളുടെ പുനരുദ്ധാനത്തിന് വേണ്ടി വില കൊടുത്ത് സമർപ്പണത്തോടെ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമോ? ഈ പുതുവർഷത്തിൽ ഒരു പുത്തൻ തീരുമാനം നമുക്കെടുക്കാം. സ്നേഹം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, മണ്ഡലങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊളുത്തുന്ന സ്വർഗത്തിൻ്റെ ഒരു വിശുദ്ധ പാത്രമായി ഞാൻ രൂപാന്തരപ്പെടും. ഈ ഒരു തീരുമാനത്തോടെ തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ
കർത്താവ് പകരുന്ന അഭിഷേകം നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. പാപം വർദ്ധിക്കും, സ്നേഹം തണുത്തു പോകും. കർത്താവ് നൽകിയ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നുവെങ്കിൽ അനേകരോട് നിങ്ങളിത് പങ്കുവയ്ക്കണം. കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കണം. അത് വലിയൊരു സുവിശേഷ വേലയാണ്. ഒപ്പം ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ ഗ്രഹിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതണം, ഞങ്ങളെ വിളിക്കണം. അത് വളരെ വലിയ ഒരു പ്രോത്സാഹനമാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഈ പുതുവർഷത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വപൂർണനായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായൊരു ദൈവത്തിന് മുൻപിലാണ് പ്രിയ സഹോദര സഹോദരി ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഇരുകരങ്ങളും യാചനാപൂർവം നമ്മൾ തുറന്നു പിടിക്കുകയാണ്. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവനിഷേധങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, സകല ആത്മാക്കളും വിശ്വാസത്തിൽ കത്തി ജ്വലിക്കാൻ വേണ്ടി നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപ ഈ സമയം ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ ജനപദങ്ങളിലേക്ക് ഇതാ ഈ അരുളിക്കായിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി ഒഴുകപ്പെടുന്നു. ഹല 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 ഹല. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ തിരുവോസിയിലേക്ക് നോക്കി ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവിക്കുന്ന പരാജയങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക് യേശുവേ മഹത്വത്തോടെ വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ 10,000ങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ. ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവ് നൽകുന്ന അഭിഷേകം, സൗഖ്യം, വിടുതൽ സ്വന്തമാക്കി പ്രാർത്ഥിച്ചോ. ആരാധന ആരാധന ആരാധന. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ദേശങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ലോകത്തെ അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അന്ധവിശ്വാസങ്ങള്, അല്പവിശ്വാസങ്ങള്, അവിശ്വാസങ്ങള്, ദൈവനിഷേധ ചിന്തകള് യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. സഭ മുഴുവൻ വിശ്വാസത്തിൽ ഉണരട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. അടുത്ത ആഴ്ചയിൽ കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ വിശ്വാസത്യാഗത്തെക്കുറിച്ചും മതപീഡനത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,